പച്ചക്കള്ള പറയുന്നത്. BMW വണ്ടി വിറ്റതോ? ഏപ്രിൽ ഏത് BMW വണ്ടി? എനിക്ക് BMW ബൈക്ക് ഞാൻ വിറ്റത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയില. അല്ലെന്നേ, അഖിൽമാരാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അഖിൽമാരാർ സ്ഥാനാർത്ഥം പ്രഖ്യാപനത്തിന് തൊട്ട് പിറ്റേന്നാ 5 ലക്ഷം രൂപ തൊഴിൽ ഇട്ട് തന്നു. അഖിലിന് അക്കൗണ്ടിൽ ഇട്ട് തന്നു. അത് ചെലവാക്കണമെങ്കിൽ കണക്ക് കാണിക്കണം. ഇത് ഇലക്ഷന്റെ അഖിൽമാരാർ പറയാണ് 25,000 ബൈക്ക്. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. അദ്ദേഹം ഒരു കുട്ടി സെലിബ്രിറ്റിയാണ് അല്ലെ. അഖിൽ മാരാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു കുട്ടി സെലിബ്രിറ്റിയാണ്. കേരളത്തിലെ അത്യാവശ്യം എല്ലാവർക്കും തിരിച്ചറിയാവുന്ന ഒരു പരിചിതമായിട്ടുള്ള മുഖമാണ് അദ്ദേഹം മറ്റേ നമ്മുടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് നല്ല 8 നില പൊട്ടിയായിരുന്നു. അദ്ദേഹം ഇപ്പം മറ്റേ ആ ഒരു പൊട്ടിയതിനു ശേഷം കുറെ വികടാവാദങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അദ്ദേഹത്തിന് കൊട്ടാരക്കരയിലാണ് സീറ്റ് കൊടുക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തെ ചതിച്ചതാണ്. ഇപ്പൊ തൃക്കാക്കരയിലല്ലാതെ കൊട്ടാരക്കര എന്നാലും അദ്ദേഹം ജയിക്കാൻ പോണില്ല. കാരണം അദ്ദേഹത്തിന്റെ വിചാരം ബിഗ് ബോസിലെ വോട്ടുകൾ മൊത്തം കൺവെർട്ട് ചെയ്ത് തനിക്ക് വോട്ടുകൾ കിട്ടുമെന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള രീതിയാണ് അദ്ദേഹം ആലോചിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു സർവീസാണ്. പക്ഷെ ഇവർ അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലായത് ഇതൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം. അദ്ദേഹം ആയാലും റോബിനൊക്കെ ഇത് കണ്ടില്ല. റോബിന്റെയൊക്കെ പച്ചയ്ക്ക് റോബിനൊക്കെ മറ്റേ വേദലക്ഷ്മിയുടെ നിന്നൊക്കെ കാശ് മേടിച്ചതിന് തെളിവുണ്ട്. അദ്ദേഹം തിരിച്ചു കൊടുക്കാനുള്ളതിന്റെ ആ ഒരു മാന്യത പോലും കാണിക്കാതെ അദ്ദേഹം പിന്നെ എന്തൊക്കെയോ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാശുണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഇതിനകത്ത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, റോബിൻ ബിഗ് ബോസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ വലിയ ആളാകും എന്നുള്ള രീതിയിലേക്കാണ് ഇവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു സർവീസായിട്ട് ഇവരാരും കാണുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെറ്റാണ്. ബിഗ് ബോസ് ഇപ്പം 8ാം സീസണിലേക്ക് എത്തി നിൽക്കുകയാണ്. അദ്ദേഹം നമ്മൾ തെരഞ്ഞെടുത്ത ഒരു തെറ്റാണ് ഇപ്പോൾ വളർന്ന് വലുതായിട്ട് നിൽക്കുന്നത്. കാരണം ഇവരെ രണ്ടുപേരെ എല്ലാവരെയും നമ്മൾ ആഘോഷിച്ചതിൻ്റെ തെറ്റാണ് ഇപ്പം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ലൊരു നേതാവ് ഉദിച്ചു വരിക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം താഴെ നിന്ന് നമ്മൾ കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ നല്ലതാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് വേണം. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ പറയില്ല, അനീഷിനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടം. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ ജോലിയിലൂടെ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയും അദ്ദേഹത്തിന്റെ കവിതകളിലൂടെയൊക്കെയാണ് അദ്ദേഹം പിന്നെയും വരുമാനം അതായത് വരുമാനം ഉണ്ടാക്കണം. എല്ലാവരും വരുമാനം ഉണ്ടാക്കണം. പക്ഷെ അത് നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് വേണം വരാം. കാരണം അഖിൽമാരൊക്കെ ഒരു സിനിമ എടുത്തിട്ടുണ്ടല്ലോ, താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടപ്പടം. അദ്ദേഹത്തിന് എന്തായാലും സിനിമ എടുത്തിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. കാരണം അതിനുള്ള യാതൊരു കഴിവുകളും അദ്ദേഹത്തിനില്ല. റോബിനും അറിയാം. റോബിന് സിനിമയിൽ അതൊന്നും വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കാനേ പറ്റിയില്ല. ഇനി അടുത്തത് കഴിവുകളില്ലാത്ത ആൾക്ക് പ്രശോഭിക്കാൻ അല്ലെങ്കിൽ ശോഭിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് വേണ്ടത്. അതാണ് പൊളിറ്റിക്സ് ഇവരെ സംബന്ധിച്ചോളം.